ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. എന്താണ് എല്ലാവരും പരിപാടിയൊക്കെ? ഞാനിന്നൊരു ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് കരുതുന്നു. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇഡ്ഡലി ചെമ്പിലൊന്ന് ആവി കയറ്റിയിട്ട് ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ വറുത്ത എണ്ണയാണ്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളൊരു 6 ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ചെറിയ ഉള്ളിയായിരുന്നേ, അതുകൊണ്ട് നമ്മളൊരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വാടി വരാനിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങളുടെ കല്ലുപ്പാണ് ഇടുന്നത്. ഇത് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ ഇഞ്ചിയും കൂടെ കൂടിയിട്ടൊന്ന് ചതച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ചെറിയുള്ളിയും ഉള്ളീൻ്റെയൊക്കെ ഒന്ന് പച്ചമുളക് മാറി നല്ലോണം വാടി വരുന്നതോടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് നല്ലോണം മൂത്ത് ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ തക്കാളിയൊക്കെ ഉള്ളിയൊക്കെ ആയിട്ട് നല്ലോണം യോജിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ വാടി ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒത്തിരി പൊടികളൊന്നും വേണ്ട. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഞാനിതിനകത്ത് ചേർത്തേക്കുന്ന 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഈ എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിൽ പച്ചക്കുത്തൊക്കെ പോകുന്നതിന് നേരം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റുകളൊക്കെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാൻ ചിക്കൻ നമ്മൾ ആവിയിൽ വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ വെള്ളമാണ് കേട്ടോ. കുറച്ച് മതിയേ. ഇതൊന്ന് തിളച്ചതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, നമുക്കിതൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാതെ. ഇതാ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ്റെ മസാല ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. നോക്കിക്കേ മസാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അടുത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ചോറ് കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഉപ്പ് പാകത്തിനായിട്ട് വരത്തുള്ളൂ. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇവിടെ ഒരു 5 ഗ്രാമ്പൂവും 3-4 കഷ്ണം കറുവപ്പട്ടയും ഒരു 5 ഏലക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ഉള്ളിയും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഉള്ളിയും ക്യാരറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും വേറെ രീതിയിലൊക്കെ ആയിരിക്കും വെക്കുന്നത്. ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഒരു നാരങ്ങ, ചെറിയൊരു നാരങ്ങേൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അരി നമ്മുടെ ചോറ് വേകുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഞാൻ മുന്നിവിടെ കുറച്ചൊരു ഫുഡ് കളർ ഇട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് യെല്ലോ കളർ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് വാനില എസൻസും പൈനാപ്പിൾ എസൻസ്, റോസ് എസൻസും ആണ് കേട്ടോ. അതും കുറച്ച് ഒഴിക്കുന്നുണ്ട്.
അടിപൊളിയാണേ. എങ്ങനെയുണ്ട് മമ്മി? അടിപൊളിയാ. സൂപ്പറാ? സൂപ്പർ. എങ്ങനെയുണ്ട് കുഞ്ഞേക്ക? അടിപൊളി. നല്ലതാണോ?